ആരാ? എന്തു വേണം? അച്ഛൻ ഇവിടെ ഉണ്ടോ? ഏതച്ഛൻ? അറയ്ക്കലച്ഛൻ. അദ്ദേഹം എന്നായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്? പത്ത് 12 കൊല്ലം മുമ്പ്. അയ്യോ, അദ്ദേഹം സ്ഥലം മാറിപ്പോയിട്ട് വർഷങ്ങളായല്ലോ. അച്ഛൻ ഇപ്പൊ എവിടെയാണെന്നറിയാമോ? ഒരു വിവരവും ഇല്ല. അപ്പോ എന്റെ രാജമോൻ. വക്കീൽ സാർ അകത്തുണ്ടോ? ഉണ്ട്, ചെല്ല്. ആ, നമസ്കാരമുണ്ട് വക്കീൽ സാറേ. മുട്ട പൊരിക്കുമ്പോ സ്വാമി എത്തുമല്ലോ. അവിടെ ഇരി സ്വാമി, ഞാനിപ്പോ വരാം. ഇന്നലെ വക്കീൽ സാറ് കോടതി തകർത്ത് കളഞ്ഞു. എന്താണ് സ്വാമി കേസ് ജയിച്ചല്ലോ? ഈ എറണാകുളം പട്ടണത്തിൽ ക്രിമിനൽ കേസിനെ കാളിങ്കൽ കൃഷ്ണക്കുറുപ്പിനെ ജയിക്കാൻ ആരുമില്ലെന്നാണ് വെപ്പ്. നമ്മുടെ കേസോടുകൂടി അത് തകർന്നു. സാറ് നന്നായി വാദിച്ചു, നാം ജയിച്ചു. എന്താ സ്വാമി ഇത്? തരാനുള്ളത് തന്നു കഴിഞ്ഞല്ലോ. പിന്നെ ഇരിക്കട്ടെ ഇരിക്കട്ടെ, സന്തോഷം കൊണ്ടല്ലേ. ആ, സന്തോഷം പ്രകടിപ്പിച്ചില്ലേ, അത് മതി. ഇരിക്കട്ടെ. യുവർ ടു സ്ട്രിക്റ്റ്. എനിക്ക് വളരെ തൃപ്തിയായിട്ടോ. ഞാൻ വരട്ടെ. നല്ല മണം. വക്കീൽ സാർ നല്ലൊരു പാചകക്കാരൻ കൂടിയാണല്ലേ. എന്നാ ഞാൻ വരട്ടെ. ഈ പട്ടരുടെ ഒരു നല്ല മണം ഞാൻ അപ്പോഴേ തീരുമാനിച്ചതാ. എന്തിനു പാവപ്പെട്ട സ്വാമി പറയുന്നു? ഈ പെണ്ണുങ്ങൾ ചെയ്യുന്ന ജോലിയൊക്കെ ആണുങ്ങൾ ചെയ്താ ഇങ്ങനെ ഇരിക്കും. ആ, സാറങ്ങോട്ട് മാറി നിൽക്കണം. ഞാൻ ഇപ്പൊ റെഡിയാക്കി തരാം. ഓ, അങ്ങനെ ആവട്ടെ. കൊള്ളാമല്ലോ, ഇത്ര വേഗം എല്ലാം റെഡിയായല്ലോ. ഈ ഒരു കാര്യം മാത്രം എന്നെ കൊണ്ട് വയ്യ. വയ്യെങ്കിൽ അതിന് വേഗം ഒരു പോംവഴി കണ്ടുപിടിക്കണം. എന്താണ് അതിനൊരു വഴി? അതെ, എന്റെ അച്ഛനോട് പോയി ചോദിച്ചാൽ പറഞ്ഞു തരും. അത് വേണോ? മോള് തന്നെ അങ്ങോട്ട് ചോദിച്ചാ പോരെ? അയ്യോ, ഞാനില്ല. ചിലപ്പോ നമുക്കെതിരായിട്ട് വിധിച്ചാലോ. അതുകൊണ്ട് വക്കീൽ സാർ തന്നെ പോയി വാദിച്ച് ജയിച്ചു വന്നാൽ മതി. ഓക്കേ, ഡൺ. അയ്യോ, പലവരും കാണും. ഡെലീഷ്യസ്. താങ്ക് യു. ഗുഡ് മോർണിംഗ് ഫാദർ. ഇരുന്നാട്ടെ. ഇരിക്കൂ. രാജഗോപാലിന്റെ ജോലി തിരക്കിനിടയിൽ വൈകുന്നേരത്തെ പരിപാടി ഓർമ്മപ്പെടുത്താനാണ് ഞാൻ വന്നത്. സ്കൂളിലെ സമ്മാനദാനത്തിന്റെ കാര്യമല്ലേ? അതിനൊന്ന് ഫോൺ ചെയ്താൽ മതിയായിരുന്നല്ലോ. വലിയ നേതാക്കന്മാരെയും ഉയർന്ന പദവിയിലുള്ളവരെയും ഒക്കെ നേരിട്ട് വന്ന് ക്ഷണിക്കുന്നതല്ലേ അതിന്റെ മര്യാദ. ഞാൻ എത്ര വലിയവനായാലും ഏത് പദവിയിലിരുന്നാലും അച്ഛന്റെ രാജമോൻ തന്നെയാണ്. എപ്പോഴും ഏത് പ്രവൃത്തിയിലും അച്ഛന് ഞാനൊരു അഭിമാനമായിരിക്കും. എനിക്കറിയാം. ഗോഡ് ബ്ലെസ് യു മൈ സൺ. എന്നെ എന്റെ വീട് വരെ ഒന്നും കൊണ്ട് നാക്കി തന്നൂടെ? അതുവരെ പോവില്ല മുപ്പില്ലേ. ഇത്രയും ദൂരം എന്റെ ജീപ്പ് ആയതുകൊണ്ടാ വന്നത്. മെല്ലെ നടന്നു പോയട്ടെ. മടങ്ങുമ്പോ ഞാനും കൊണ്ട് കേട്ടോ. ഓ, ഞാനിവിടെ കാണും. ഇവള് പറയുന്നത് കേട്ടാ തോന്നും ഈ ലോകത്ത് ഇവൾക്ക് അറിയാൻ പാടില്ലാത്ത ഒരു കാര്യവും ഇല്ലെന്ന്. തോന്നുമെന്നോ? എനിക്കറിയാവുന്നോണ്ടല്ലേ പറഞ്ഞത്. ഞാൻ എന്ത് ചെയ്യണമെന്ന് പറ. ഇപ്പൊ ചെയ്തില്ലെങ്കിൽ എന്റെ തല ഞാൻ പൊട്ടയടിക്കാം. എന്നാലേ ആ വണ്ടി ഒന്ന് ഓടിക്കാമോ? ഇതോ
പാടി ഓടിക്കാം. എടി എടി, കുഴപ്പമൊന്നും ഉണ്ടാക്കല്ലേ. നീ ഒന്ന് ചുമ്മാ ഇരിയടി. ഇത് ഓടിക്കുന്നത് കാളവണ്ടി ഓടിക്കുന്നേക്കാൾ എളുപ്പമാ. വാന്നേ കേറ്. അയ്യോ അയ്യോ അയ്യോ, ഇതെന്താണ് ഇങ്ങനെ ഓടുന്നത്? അവന് ഓടിക്കാൻ പറഞ്ഞു, ഞാൻ ഓടിച്ചേ. ഞാൻ വന്നില്ലായിരുന്നെങ്കിൽ എല്ലാം കൂടി ഇടിച്ച് ചത്തേനെ. നിനക്ക് എങ്ങനെ ധൈര്യം വന്നിട്ട് വണ്ടി ഓടിച്ചോണ്ട് പോവാൻ? അതെ, നിങ്ങളെ എപ്പോഴും ഈ വഴി അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടി ഓടിച്ചോണ്ട് പോവില്ലേ? അപ്പൊ ഞാൻ നോക്കി നോക്കി നിൽക്കും. അപ്പൊ ഞാൻ വിചാരിച്ചു ഇത് ആർക്കും ഓടിക്കാമെന്ന്. എന്താ നീ പറഞ്ഞത്? ഞാൻ ജീപ്പ് ഓടിച്ചോണ്ട് പോകുന്നത് നീ നോക്കി നിൽക്കുമെന്നു? അതെന്തിന്? നിന്റെ പേരെന്താ? സുശീല. കൊള്ളാം. ഞാൻ ഇതുവഴി പോകുമ്പോ ഇനിയും നോക്കി നിൽക്കുമോ? നോക്കി നിൽക്കില്ലേ? ആ, നിന്റെ വീട് എവിടെയാ? അങ്ങ് അവീടെ. എവീടെ? അങ്ങ് പാഞ്ചാലിക്കുപ്പത്താ. ഓഹോ, ഞാനും അതുവഴിയാ പോകുന്നത്. വണ്ടി കയറിക്ക് വിട്ടുവരാം. അയ്യോ വേണ്ട, എന്റെ അച്ഛൻ വഴക്ക് പറയും. നിന്റെ അച്ഛൻ അറിയാതെ ഞാൻ നിന്നെ കൊണ്ടാക്കി തരാം. വാ. വേണ്ട വേണ്ട, നിങ്ങൾ ഈ വണ്ടിയിൽ അവിടെ വരുമ്പോഴേക്കും ഞാൻ എന്റെ വീട്ടിലെത്തും. ജീപ്പിനേക്കാൾ മുമ്പ് നീ എത്തുമോ? ആ, അതെങ്ങനെ? നോക്കിക്കോ.